ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിൽ ബാക്കിയായിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് ഇന്നത്തെ സ്നാക്സ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. വലിയ ജാർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഒരു ബൗളിലേക്ക് നമ്മളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര പാകത്തിന് നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് എത്രത്തോളം നമുക്ക് കുഴക്കാൻ പറ്റിയ രീതിയിലായി വരുന്ന വരെ നമുക്ക് പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കയ്യുമ്മേൽ ഇങ്ങനെ ഒട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഒരു ഇത്തിരി വെള്ളമൊക്കെ കയ്യുമ്മേലാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതേപോലെ എല്ലാം നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് എണ്ണ അതുപോലെ തന്നെ വെള്ളം എന്തെങ്കിലുമൊക്കെ കൈമലാക്കിയിട്ട് നമുക്കിതുപോലെ ഇത് വട രൂപത്തിലാക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി വടൻ്റെ, അപ്പോൾ നമുക്ക് നല്ല ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വടൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വടൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ ബൗളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു വടൻ്റെ രൂപത്തിൽ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുക്കുക. ഇനി നമ്മളെ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോരോ ബാച്ചാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന ശേഷം നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കണ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നല്ലോണം ബ്രൗണിഷ് കളറായതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, അസ്സലാമു അലൈക്കും.